ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കൊല്ലം കണ്ണൂർ LDCയുടെ ഫൈനൽ ആൻസർ കീ വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇതുവരെ നടന്ന LDC എക്സാമിൽ ഏറ്റവും ടഫായിട്ടുള്ളൊരു എക്സാം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു എക്സാമിന്. എന്തായാലും ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 9 ഡിലീഷനും ഒരു ആൻസർ ചേഞ്ചുമാണ് വന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ വന്നു. നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയിട്ടുണ്ട്. അതുപോലെ 21ാമത്തെ ക്വസ്റ്റ്യൻ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഈ ഒരു ക്വസ്റ്റ്യനും ഡിലീഷൻ പോയിട്ടുണ്ട്. അടുത്ത് നോക്കുകയാണെങ്കിൽ 26ാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷനിൽ പോയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചേഞ്ച് ആണ് കേട്ടോ. ഫൈനൽ ആൻസർ കീയിൽ ഇതിൻ്റെ ഉത്തരം സി ആണ് വരുന്നത്. ആൻസർ സി ആണ് കേട്ടോ. 38ാമത്തെ ക്വസ്റ്റ്യനും ഡിലീഷൻ പോയതാണ്. ജനിതക എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയായ CRISPR-Cas9 ഏത് മേഖലയിലാണ് പ്രതീക്ഷ നൽകുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ 46ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം പദ്ധതി അല്ലാത്തത് ഏതാണ്? ഡിലീഷൻ പോയതാണ്. അടുത്ത ഡിലീഷനിൽ പോയത് 66ാമത്തെ ക്വസ്റ്റ്യനാണ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഈ ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽ പോയതാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിലീഷൻ പോയിട്ടുള്ളത്. 81ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഹാങ്കർ ചീഫ്സ്. ആ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 84ാമത്തെ ക്വസ്റ്റ്യൻ ഫാസിമെയിൽ മീൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലിൽ പോയി. 87ാമത്തെ ക്വസ്റ്റ്യൻ ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 6 ക്വസ്റ്റ്യൻ GKയിൽ നിന്നും 3 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നും പോയിട്ടുണ്ട്. ഇത്രയും ഡിലീഷൻ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ഒത്തിരി മാർക്ക് താഴേക്ക് വരാം. റാങ്ക് ലിസ്റ്റിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. എന്തായാലും കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതൊരു പ്രതീക്ഷയ്ക്ക് വകയാണ്. എന്നാലും ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.